അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമാ. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മുടെ ബലാഗയുടെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിലൊക്കെ ഖൈറും ബറക്കത്തും നൽകട്ടെ. നിങ്ങളോട് ഉണർത്താനുള്ളത്, എല്ലാ കുട്ടികളും കിതാബ് മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾ സശ്രദ്ധം കേൾക്കുകയും വീക്ഷിക്കുകയും ചെയ്യണം എന്ന് നിങ്ങളെ ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഫസ്ൽ ചെയ്യുന്ന രണ്ട് സെൻറ്റൻസുകൾക്കിടയിൽ ഫസ്ൽ ചെയ്ത് പറയേണ്ട സ്ഥലങ്ങളാണ് നോക്കിയത്. ഇനി ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് മവാദിഉൽ വസ്ൽ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഫസ്ൽ എന്ന് പറഞ്ഞാൽ അത്ഫില്ലാത്ത പറയലാണ്, വസ്ലാകുമ്പോൾ വാവ് കൊണ്ട് അത്ഫ് ചെയ്ത് പറയുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ എപ്പോഴാണ് ഇനി രണ്ട് സെൻറ്റൻസുകൾക്കിടയിൽ അത്ഫ് ചെയ്യേണ്ടത്, വാവ് ഇട്ട് പറയേണ്ടത് എന്ന് നോക്കുന്നത് ശ്രദ്ധിക്കുക. അൽ അംസിലത്തു, ഉദാഹരണങ്ങൾ. ഖാല അബുൽ അലാ ഇൽ മഅരി എന്ന കവി പാടി, ഹുബ്ബുൽ ഐശി അബദ കുല്ലി ഹുദ്ദിൻ വഅല്ലമ സാഗിബൻ അക്ലൽ മുറാരി. ഹുബ്ബുൽ ഐശി, ജീവിതത്തോടുള്ള ഇഷ്ടം, അബദ അത് അടിമയാക്കി തീർക്കും, കുല്ല ഹുദ്ദിൻ എല്ലാ സ്വതന്ത്രന്മാരെയും. അപ്പോൾ ദുനിയാവിനോടുള്ള ആഗ്രഹം അത് അവനെ ആ ദുനിയാവിൻ്റെ അടിമയാക്കി തീർക്കുന്നർത്ഥം. വഅല്ലമ അത് പഠിപ്പിക്കും, സാഗിബൻ വിശന്നവനെ, അക്ലൽ മുറാരി കഴിച്ചിനൊരു മരം, ഷജറും മുദ്ദിൻ എന്നാണ് മുറാറിൻ്റെ അർത്ഥം. അപ്പോൾ അത് അത് തിന്നൽ അവനെ പഠിപ്പിക്കും. സാധാരണഗതി നമ്മളത് തിന്നൂല, പക്ഷേ ദുനിയാവിനോടുള്ള ഇഷ്ടം കയറി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ എന്ത് ചെയ്യും, എന്ത് പ്രയാസവും ബുദ്ധിമുട്ട് സഹിക്കാനും തയ്യാറായിക്കാരെന്നർത്ഥം. അപ്പോൾ അവിടെ നോക്കി നിങ്ങൾ, ഹുബ്ബുൽ ഐശ അബദ കുല്ല ഹുദ്ദിൻ എന്ന ആ സെൻറ്റൻസ് നോക്കി വഅല്ലമ സാഗിബൻ അക്ലൽ മുറാരി എന്നതിനെ അത്ഫ് ചെയ്ത് പറഞ്ഞു. അതിന് കാരണം എന്താണെന്ന് ഇൻഷാ അല്ലാഹ് ബഹ്സ് പറയും. 2. വഖാല അബു ത്വയ്യിബ് എന്ന കവി പാടി, ലി സിദ്ദി മിന്നി മൗദിഉൻ ലാ യനാലുഹു നദീമുൻ വലാ യുഫ്ദി ഇലൈഹി ശറാബു വലി സിദ്ദി മിന്നി. എന്നിൽ നിന്നുള്ള രഹസ്യത്തിനുണ്ട് മൗദിഉൻ, ഒരു സ്ഥലമുണ്ട്, ഒരു സ്ഥാനമുണ്ട്, ലാ യനാലുഹു അതൊരിക്കലും നേടിയെടുക്കുകയില്ല, നദീമുൻ എൻ്റെ കൂടെ ഇരുന്ന് വെള്ളമടിക്കുന്ന ആളിലെ കള്ളു കുടിക്കുന്നവനോ, വലാ യുഫ്ദി ഇലൈഹി അതിലേക്ക് ചെന്നെത്തുകയില്ല, ഷറാബിനൊരു പാനീയവും. അപ്പം അത്രയും രഹസ്യമായിട്ടാണ് വെക്കുക എന്നർത്ഥം. അപ്പോൾ വലാ യുഫ്ദി ഇലൈഹി ഷറാബിൻ എന്നൊരു അത്ഫ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. 3ാമത്തെ ഉദാഹരണം, ഖാല യുശമ്മിറു ലില്ലുജ്ജി അൻ സാഖൈഹി വയഗ്മുറുഹു വൽ മൗജു ഫി സാഹിലി. യുശമ്മിറു അവൻ, ലില്ലുജ്ജി എന്തിന്, യുശമ്മിറു അവൻ ചുരുട്ടിപ്പിടിക്കുന്നു, ലില്ലുജ്ജി ചെറിയ ജലത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി, അൻ സാഖൈ അവൻ്റെ തണ്ടം കാലുകളുടെ വസ്ത്രം ചുറ്റിപ്പിടിക്കുകയാണ്. എന്നാൽ വയഗ്മുറുഹു അവനെ മൂടിപ്പൊതിയുന്നു, അൽ മൗജു തിരമാല, ഫി സാഹിലി തീരത്തിൽ. അപ്പോൾ അതായത് എന്താ ഇങ്ങനെ ഒരു കവിത പറഞ്ഞുകൊണ്ട് ഉദ്ദേശം, ചെറിയ കാര്യം പോലും ചെയ്യാൻ എനിക്ക് കഴിയില്ല, അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് കണ്ടില്ലേ. ചെറിയ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോലും എനിക്ക് കഴിയാതെ പൊതിനും എൻ്റെ തിരമാലവനെന്ന് മൂടിപ്പൊതിയാണ്. അപ്പം അങ്ങനത്തെ ആളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഖാല ബിശ്ശാർ ഇബ്നു ബുർദ എന്ന കവി പാടി, വദിനി ഇലൽ ഖുർബൽ മുഖറബ നഫ്സഹു ഖരീബ നഫ്സഹു വലാ തുശ്ഹിദി ശൂറ അംറൻ ഗൈറ കാത്തിമി. വദിനി നീ അടുപ്പിച്ചോ, ഇലൽ ഖുർബ ഏറ്റവും അടുത്ത ആളുകളിലേക്ക്. എങ്ങനത്തെ അടുത്ത ആളുകൾ, മുഖറബ നഫ്സഹു അവൻ്റെ നഫ്സിലേക്ക് ഏറ്റവും അടുത്തതായിരിക്കുന്ന ആളുകളിലേക്ക് മാത്രം നീ അടുത്തോ. വലാ തുശ്ഹിദ് നീ പങ്കെടുപ്പിക്കേണ്ട, അഷൂറ കൂടി ആലോചിക്കുന്ന സ്ഥലത്ത്, ഇമ്രാൻ ഒരു മനുഷ്യനെ, ഗൈറ കാത്തിമിൻ രഹസ്യങ്ങൾ മറച്ചു വെക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനെ നീ അവിടെ ഉൾപ്പെടുത്തണ്ട. അപ്പോൾ അവിടെയും വലാ തുശ്ഹിദ് എന്നിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 5ാമത്തെ നോക്കി, ലാ അങ്ങനെയല്ല, ഓ ബാറക്കല്ലാഹു ഫീക അല്ലാഹു നിന്നിൽ ബർക്കത്ത് ചെയ്യട്ടെ. തുജീബു ഇജിപ്പത് ഇതൊരു മറുപടി ആയിട്ട് നീ പറയും, മൻ ഖാല ചോദിച്ചൊരുത്തിനോട്. എന്താ ചോദിച്ച്, ഹല്ലക ഹാജത്തുൻ ഉസായിദുക ഫീ ഖളാഇഹ, അല്ലേ, വാട്ട് ഡു യു വാണ്ട് ടു, അല്ലേ നിങ്ങൾ ചോദിക്കാറുണ്ട് ഇംഗ്ലീഷിൽ, എന്ത് മേ ഐ ഹെൽപ്പ് യു ഫോർ സംതിങ്, എന്തിനും കാര്യം ഞാൻ സഹായിക്കണോ. അതേപോലെ ഹല്ലക ഹാജത്ത് നിനക്ക് വല്ല ആവശ്യമുണ്ടോ, ഉസായിദുക്ക് ഞാൻ നിന്നെ സഹായിക്കേണ്ടതായ, ഫീ ഖളാഇഹ ആ ആവശ്യം പൂർത്തീകരിക്കാൻ എന്ന് ചോദിച്ചു. എന്തില്ല, അല്ല, ഓ ബാറക്കല്ലാഹു ഫീക അല്ലാഹു കയ്യിൽ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറയും. അതുപോലെ തന്നെ 6ാമത്തെ, ലാ വല തഫല്ലാഹു ബി അങ്ങനെയല്ല,
ഒരിക്കലും ഇല്ലല്ല, അള്ളാഹു എനിക്ക് മയം ചെയ്യട്ടെ. ഇത് തുജീബു വിദാലിക, ഇതുകൊണ്ട് നീ മറുപടി പറയും. മങ്കാല, ചോദിച്ച ഒരാളോട്. എന്താ ചോദിച്ചത്? അൽ അബല്ല അഹൂക്ക മിൻ ഇല്ലത്തിഹി, അൽ അബല്ല നനച്ചോ, അല്ല ഷിഫയാകോ അഹൂക്ക നിൻ്റെ സഹോദരൻക്ക് മിൻ ഇല്ലത്തിഹി, അവൻ്റെ രോഗത്തിൽ നിന്നും ഷിഫ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവനത്ത് പറഞ്ഞില്ല, ഇല്ല ഷിഫൊന്നും ആയിട്ടില്ല, അള്ളാഹു അവനക്ക് മയം ചെയ്യട്ടെ എന്ന് പറഞ്ഞതുപോലെ ഈ ഭാഷ നോക്കി. അപ്പോൾ കൂടുതൽ വിശദീകരിച്ച് മനസ്സിലാക്കാം. തഅമ്മലിൽ ജുംലത്തൈനി, രണ്ട് ജുംല ചിന്തിക്ക്. ഏതാണ് രണ്ട് ജുംല? അഅബദ കുല്ല ഹുദ്ദിൻ എന്നുള്ളതും വ അല്ലമ സാഹിബൻ അഖ്ലൽ മുറാരി, ഈ രണ്ട് ജുംല ഫിൽ ബൈത്തിൽ അവലി, ഒന്നാമത്തെ ബൈത്തിൽ. തജിദ്, നിനക്കെത്തിക്കാം, അന്നൽ ഊലാ മിൻഹുമ, ഒന്നാമത്തെ ജുംലക്കുണ്ട്, ഈ അഅബദ കുല്ല ഹുദ്ദിൻ എന്ന ജുംലക്കുണ്ട് മൗദിയം മിനൽ ഇറാബി, ഇറാബിനാൽ ഒരു സ്ഥാനമുണ്ട്. കാരണം ലി അന്നഹു ഖബറുൽ മുബ്തദഇ ഖബലഹു, കാരണം ഈ അഅബദ കുല്ല ഹുദ്ദിൻ എന്നുള്ളത് അതിന് മുമ്പുള്ള മുബ്തദയുടെ ഖബറ. ഹുബ്ബുൽ ഐഷി, ജീവിതത്തോടുള്ള സ്നേഹമാകുന്നത് അഅബദ കുല്ല ഹുദ്ദിൻ, എല്ലാ ഹുറിനെയും അത് അടിമയാക്കും. അപ്പോൾ ഈ അഅബദ കുല്ല ഹുദ്ദിൻ എന്നുള്ളത് ഹുബ്ബുൽ ഐഷി എന്ന മുബ്തദയുടെ ഖബറാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇറാബിനാലുള്ളൊരു സ്ഥാനം എന്തിനുണ്ട്? ആ പറഞ്ഞ സെൻറ്റൻസിന് അവിടെ ഉണ്ട്. തജിദ്, നിനക്കെത്തിക്കാം, അന്നലൂര എന്താണ്? ഖബർ മുബ്തദയാണല്ലേ. വ അന്നൽ ഖായില, അപ്പോൾ ഈ പറയുന്ന ആൾ, ഇവിടെ ഈ രണ്ട് സെൻറ്റൻസ് പറഞ്ഞ ആൾ അറാദ, അയാൾ ഉദ്ദേശിക്കുന്നു, ഇഷ്റാഖ സാനിയത്തി, ഈ അല്ലമ സാഹിബൻ അഖൽ മുറാരി എന്ന ഈ രണ്ടാമത്തെ ജുംലയെ പങ്കാക്കാൻ, ലഹ, ഈ ഒന്നാമത്തെ ജുംലയാവുന്ന അഅബദ കുല്ല ഹുദ്ദിൻ എന്ന ജുംലയോട്, ഫി ഹാദൽ ഹുക്മിൽ ഇറാബി, ഈ ഇറാബിയായ ഹുക്മിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇറാബ് ഇവിടെ പറയുമ്പോൾ എന്ത് പറയും? അഅബദ കുല്ല ഹുദ്ദിൻ, അത് എന്ത് ചെയ്യും? ഖബർ മുത്തൻ്റെ ഖബർ വ എന്നുള്ളത് അത്തുഫിൻ്റെ അക്ഷരം, അല്ലമ സാഹിബൻ അഖൽ മുറാരി എന്നുള്ളത് എന്താണ്? ഈ ഇതിമക്ക് അത്തുഫ് എന്ന് പറയും. അഅബദ കുല്ലുമക്ക് അത്തുഫ്, അത് മറ്റ് വേറെ എന്താണ്? രണ്ടാം ഖബർ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അതിന് ഇറാബ് പറയും. അപ്പോൾ ഈ ഒന്നാമത്തെ ഈ ഖബറായി വന്ന ഈ സെൻറ്റൻസിനോട് ഈ രണ്ടാമത്തെ സെൻറ്റൻസ് കൂടി അതിൻ്റെ ഈ ഇറാബിയായ ഹുക്മിൽ പങ്കാക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതേപോലെ വതഅമ്മൽ, നീ ചിന്തിക്കുക, അൽ ജുംലത്തൈനി ലാ യനാലുഹു നദീമുൻ എന്നുള്ളതും വലാ യുഫ്ദി ഇലൈഹി ഷറാബുൻ എന്നീ രണ്ട് ജുംലകൾ ഫിൽ ബൈത്തി സാനി, രണ്ടാമത്തെ ബൈത്തിൽ. തജിദ്, നിനക്കെത്തിക്കാം, അന്നിൽ ഊല, ഈ ലാ യനാലുഹു നദീമുൻ എന്നതിന് ഉണ്ട് മൗദിയ മിനൽ ഇറാബി, ഇറാബിനാൽ ഒരു സ്ഥാനമുണ്ട്. കാരണം ലി അന്നഹു, ഈ ലാ യനാലുഹു നദീമുൻ എന്നുള്ളത് സിഫത്തുൻ, അതൊരു സിഫത്താണ്. ലി നക്കിറത്തിൻ ഖബലഹു, അതിന് തൊട്ട് മുമ്പുള്ള നക്കിറയുടെ സിഫത്താണ്. വലിസിറ്റി മിന്നി മൗദുവിൻ, എനിക്ക് അവിടെ ഒരു മൗദിയുണ്ട്. എങ്ങനത്തെ മൗദി? ലാ യനാലുഹു നദീമുൻ, ഒരു നദീമുനും നേടിയെടുക്കാൻ കഴിയാത്തതായൊരു മൗദിയുണ്ട്, ഒരു സ്ഥലമുണ്ട്. അപ്പം അതിൻ്റെ സിഫത്താണ്, ഇപ്പോൾ ഈ ജുംല സിഫത്താണെന്ന് അർത്ഥം. വ അന്നഹു അറാദ് ഉരീദ, വിഷയം ഈ പറയുന്ന ആൾ അവിടെ ഉദ്ദേശിക്കുന്നു, ഇഷ്റാഖ സാനിയത്തി, ഈ രണ്ടാമത്തതിനെ, ലാ യുഫ്ദി ഇലൈഹി ഷറാബൻ എന്നതിനെ കൂടെ ഉൾപ്പെടുത്താൻ, ഫി ഹാദൽ ഹുക്മി, ഈ വിധിയിൽ, ഈ വിധിയിൽ തന്നെ അത് സിഫത്താണ് എന്ന വിധിയിൽ. വൈദാത്ത അമ്മലത്തെ ജുംലത്തെ സാനിയത്ത, അപ്പം നീ ചിന്തിച്ച് നോക്കിയാൽ അൽ ജുംലത്തെ സാനിയത്ത, രണ്ടാമത്തെ ജുംലയെ, ഫി കുല്ലി മിനൽ ബൈത്തേനി, ഇപ്പോൾ ഈ രണ്ട് ബൈത്തിലെയും രണ്ടാമത്തെ ജുംലയെ നീ അവിടെ ചിന്തിച്ച് നോക്കിയാൽ, വജത്തഹു, നിനക്കതിനെ എത്തിക്കാം, മഅ്തൂഫത്തൻ, അതെന്തായിട്ടുണ്ടാവും? അത്ഫ് ചെയ്യപ്പെട്ടതായിട്ട്, അൽ ജുംലത്തിൽ ഊല, ഒന്നാമത്തെ ജുംലയോട് മൗസൂലത്തും ബിഹ, ഇതിനോട് ചേർന്ന് വരുന്ന ഒന്നാമത്തെ ജുംലയോട് അത്ഫ് ചെയ്യപ്പെട്ടതായിട്ട് കാണാം. വകദാലിക, അപ്പോൾ ഇപ്രകാരമാണ്, യജിബുൽ വസ്ലു, വസ്ല് ചെയ്യൽ നിർബന്ധമാവും, ബൈന കുല്ലി ജുംലത്തൈനി, എല്ലാ രണ്ട് ജുംലകൾക്കിടയിലും. ഇങ്ങനത്തെ രണ്ട് ജുംല ജാഅത്ത, ആ രണ്ട് ജുംലയും വന്നിരിക്കുന്നു, അലാ ഹാദൻ നഹ്വി, ഈ ഒരു രീതിയിൽ. അതായത് രണ്ടാമത്തെ ജുംലയെ ഒന്നാമത്തെ ജുംലയുടെ ഹുക്മിയായ ഏറാബിയായ ഹുക്മിൽ പങ്കാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ എന്ത് ചെയ്യണം? വാവിട്ടുകൊണ്ട് അത്ഫ് ചെയ്യൽ എന്താണ്? നിർബന്ധമാകുന്നു എന്നർത്ഥം. ഇനി ഒന്നൂർ നീ നോക്കുക, ഇലാ ഫിൽ ബൈത്ത് സാലിസി, മൂന്നാമത്തെ ബൈത്തിൽ നോക്കൂ, ഇലാൽ ജുംലത്തെ, ഈ രണ്ട് ജുംലകളിലേക്ക്. യുഷമ്മിറുൽ ലുജ്ജി അൻസാഖൈഹി എന്നതും വയഗ്മുറുൽ മൗജു ഫി സാഹിലി എന്ന രണ്ട് ജുംല. തജിദുഹുമ, നിനക്ക് അതിന് രണ്ടിനെയും എത്തിക്കാം, മുത്തഹിദത്തൈനി ഖബറൻ, മുത്തഹിദത്തൈനി അത് രണ്ടും യോജിച്ചതായിട്ട്, ഖബറൻ ഖബറിനാൽ യോജിച്ചിരിക്കുന്നു. മുത്തനാസിബത്തൈനി ഫിൽ മഅന, മഅനയിൽ എന്താണ്? ബന്ധമുണ്ട്, ഒരു യോജിപ്പുണ്ട്, അതുപോലെ ഖബറിലും യോജിച്ചിരിക്കുന്നു. വലൈസ ഹുനാക, അവിടെയില്ല, മിൻ സബബിൻ, അവിടെ ഒരു കാരണവുമില്ല, യക്തദീൽ ഫസ്ല, ഫസ്ലിനെ തേടുന്ന കമാൽ ഇൻകിത്താവോ അല്ലെങ്കിൽ കമാൽ ഇത്തിസാലോ അല്ലെങ്കിൽ ശുഭ കമാൽ ഇത്തിസാലോ, അങ്ങനത്തെ ഒരു കാരണവും അവിടെ കാണുന്നില്ല. വലുതാലിക്ക, അതുകൊണ്ട് ഒത്തിഫത്തി സാനിയത്തു, രണ്ടാമത്തതിനെ അത്തുഫ് ചെയ്യപ്പെട്ടു, അലൽ ഊല, ഒന്നാമത്തതിൻ്റെ മേൽ. ഓ മിസാലു റാബി കദാലിക്ക,
അതേപോലെ തന്നെ നാലാമത്തെ ഉദാഹരണവും മുഖവ്വനും മിൻ ജുംലത്തൈനി, രണ്ട് ജുംലയിനാൽ ഉണ്ടായിരിക്കുന്നു. മുത്തഹിദത്തൈനി ഇൻഷാ ഹുമ, അവിടെ രണ്ടും ഇൻഷാൻ്റെ വിഷയത്തിൽ യോജിച്ചാണ്. നേരത്തെ പറഞ്ഞ രണ്ട് ജുംലയും ഖബറിൻ്റെ വിഷയത്തിൽ യോജിച്ചിരുന്നു, രണ്ടും ഖബരിയ ജുംലയാണ് അർത്ഥം. ഇവിടെയോ രണ്ടും ഇൻഷായിയാണ് ജുംലയാണ്. ഹൗമ അതേ കാണാം, അതിനി നീ അടുപ്പിച്ചോ, വല തുഷിദി ഒന്ന് അമ്ര ഒന്ന് നഹി, അപ്പോൾ രണ്ടും ഇൻഷായിയാണ്. വഹുമ മുത്തനാസിബാനി ഫിൽ മായന, മായനയിൽ രണ്ടും മുത്തനാസിബാണ്, തനാസുബുണ്ട്, പരസ്പരം ബന്ധമുണ്ട്. വലൈസ ഹുനാക, അവിടെ ഇല്ലേനും മിൻ സബബിൻ യഖ്തലിൽ ഫസ്ല, ഫസ്ലിനെ തേടുന്ന ഒരു കാരണവുമില്ല, നേരത്തെ പറഞ്ഞ പോലെ. വലിദാലിക, അതുകൊണ്ട് തന്നെ ഉത്തിഫത്തി സാനിയത്തു വലൽ ഉല, അവിടെയും രണ്ടാമത്തെ ജുംലയെ ഒന്നാമത്തെ ജുംലയുടെ മേലെന്ത് ചെയ്തു, അത്ഫ് ചെയ്ത് പറഞ്ഞു. വഹാക്കഥ, അപ്പോൾ ഇപ്രകാരം തന്നെ യജിബുൽ വസ്ല് ചെയ്യൽ നിർബന്ധമാകും. ബൈന കുല്ലി ജുംലത്തൈനി, എല്ലാ രണ്ട് ജുംലകൾക്കിടയിലും. ഇത്തഹദത്ത, ആ രണ്ട് ജുംലകളും യോജിച്ചു. ഖബറിൻ്റെ വിഷയത്തിൽ യോജിച്ചു എന്ന് പറഞ്ഞാൽ രണ്ട് ജുംലയും ഖബരിയായിട്ട് വന്നു. ഔ ഇൻഷാൻ, അല്ലെങ്കിൽ ഇൻഷാൻ്റെ വിഷയത്തിൽ യോജിച്ചു എന്ന് പറയുമ്പോൾ രണ്ട് ജുംലയും എന്തായിട്ട് വന്നു, ഇൻഷാ ആയിട്ട് വന്നാൽ. മാത്രമല്ല തനാസബത്ത ഫിൽ മായന, മായനയിൽ രണ്ടും പരസ്പര ബന്ധവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രവുമല്ല മൂന്ന് നിബന്ധന. വലം യക്കുൻ ഹുനാക മാ യഖ്തദിൽ ഫസ്ല ബൈനഹുമ, ആ രണ്ട് ജുംലകൾക്കിടയിലും ഫസ്ല് ചെയ്യുന്നതിനെ തേടുന്ന ഒരു സംഗതിയുമില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഖബർ ഇൻഷായിൽ യോജിക്കണം, മാത്രമല്ല മാനയിൽ പരസ്പര ബന്ധം വേണം, മാത്രമല്ല അവിടെ എന്ത് വേണം, ഫസ്ലിന് തേടുന്ന കാരണം ഉണ്ടാകരുത്. ഇങ്ങനെ ആയി വന്നാൽ അപ്പോൾ അങ്ങനത്തെ രണ്ട് ജുംലകൾക്കിടയിലും എന്ത് വേണം, വസ്ല് ചെയ്യണം, നിർബന്ധമാണ്. ഇനി ഒന്നുറ നീ നോക്കുക, ഫിൽ മിസാലിൽ ഖാമിസി, അഞ്ചാമത്തെ ഉദാഹരണം. അവിടെയുള്ള ഇലൽ ജുംലത്തിന് രണ്ട് ജുംലയിലേക്ക് നോക്ക്. ഏതൊക്കെയാണത്? ഒന്ന് ലാ നഫീൻ്റെ, പിന്നെ വബാറക്കല്ല എന്ന് പറയുന്ന അർത്ഥം. തജീദ്, നിനക്കെത്തിക്കാം അന്നൽ ഊല ഖബരിയ, ലാ എന്നത് ഖബരിയ ജുംലയാണ്. വസാനിയത്തു ഇൻഷായിയത്തുൻ, രണ്ടാമത് ഇൻഷായിയാണ്. അനം ബാറക്കല്ലാ ബർക്കത്ത് ചെയ്യട്ടെ, ദുആ ആണ്, അപ്പോൾ അത് ഇൻഷായിയാണ്. അന്നക്കലു, അപ്പോൾ ശരിക്കും ഇവിടെ ഫസ്ല ചെയ്യേണ്ടി. ഇൻഷാ ഖബറിൽ വ്യത്യാസം വന്നാൽ കമാലിങ്ക് താണ്ട്, അപ്പോൾ ഫസ്ല ചെയ്യേണ്ടില്ലേ. അപ്പോൾ അവിടെ ഫസ്ല് ചെയ്താൽ കുൽത്ത, നീ എന്ത് പറയും? ലാ ബാറക്കല്ലാ എന്ന് പറയും. ഫസ്ല് ചെയ്യാൻ വാവുണ്ടാവില്ലല്ലോ, അപ്പോൾ ലാ ബാറക്കല്ലാഹു ഫീക്ക എന്നാ പറയുക. ല തവഹമ സാമിയോ, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്താ പ്രശ്നം? അപ്പോൾ കേൾക്കുന്ന ആൾ തെറ്റിദ്ധരിക്കും. ല തവഹമ, അപ്പോൾ തെറ്റിദ്ധരിക്കും. അസാമിയോ, കേൾക്കുന്ന ആൾ. അന്നക്ക, നിശ്ചയം നീ തദൂ അലൈ, അവൻക്കെതിരെയായിട്ടാണോ ദുആ ചെയ്യുന്നത്? ലാ ബാറക്കല്ലാഹു അലൈക്ക്, അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യാതിരിക്കട്ടെ എന്നാണോ ദുആ ചെയ്യുന്നത്? അവൻക്കെതിരായിട്ട് ദുആ ചെയ്യാന്ന് പറഞ്ഞത് എന്ന് വിചാരിച്ചോ? ഫി ഹീനി അന്നക്ക തഖ്സുദു, ഏതവസരത്തിൽ നീ ഉദ്ദേശിക്കുന്നത് അദ്ദുആലഹു, അവനക്ക് അനുകൂലമായിട്ട് ദുആ ചെയ്യാനാണ്. അള്ളാഹു അവനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്നാണ് നിൻ്റെ ഉദ്ദേശം. അപ്പോൾ അവിടെ വാവില്ലെങ്കിൽ എന്തായി പോകും? അത് അവൻക്കെതിരെയുള്ള ദുആ ആയിട്ട് തോന്നിപ്പോവും. വടിദാലിക്ക, അപ്പോൾ അതുകൊണ്ട് വജബൽ ഉദൂലു, അവിടെ തെറ്റൽ നിർബന്ധമായി. അനിൽ ഫസ്ലി, ഫസ്ലിനെ തൊട്ടിൽ വസ്ലി. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഫസ്ലാണ് ചെയ്യേണ്ട സ്ഥലമാണ്. പക്ഷേ ഇങ്ങനെ ഒരു കുഴപ്പം അവിടെ വരുന്നത് കൊണ്ട് അവിടെ എന്താവും, തെറ്റിദ്ധാരണ വരുന്നത് കൊണ്ട് ആ തെറ്റിദ്ധാരണ നീക്കാൻ ഫസ്ല് ചെയ്യേണ്ടടുത്ത് എന്ത് ചെയ്തു, വസ്ലിലേക്ക് തെറ്റൽ നിർബന്ധമായി. വകദാലിക്കൽ ഹാലു, അപ്പോൾ ഇപ്രകാരം തന്നെയാണ് അവസ്ഥ. ഫി ജുംലത്തെ മിസാലിൽ അഖരി, അവസാനത്തോടത്തും. കാരണം ലാ ലത്തഫല്ലാഹു അലൈഹി എന്നാലേ, ലാ വാ ലത്തഫല്ലാഹു അലൈഹി ഒരു രോഗി മാറി വെച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ അവിടെ ശരിക്കും ഫസ്ലാണ് ചെയ്യേണ്ടത്. ഫസ്ൽ ചെയ്താൽ എന്തായി പോകും? അള്ളാഹു അവനക്ക് മായം ചെയ്യാതിരിക്കട്ടെ എന്ന് തോന്നിപ്പോവും. അപ്പോൾ അതല്ല എന്നറിയിക്കാൻ വേണ്ടി വസ്ൽ ചെയ്തു. അപ്പോൾ ഫീ കുല്ലി ജുംലത്തൈനി, അപ്പോൾ രണ്ട് ജുംലയിലും ഇഖ്തലഫത്ത, ആ രണ്ട് ജുംലകളും എന്ത് ചെയ്തു, വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഖബറും ഇൻഷാ, ഖബർ ഇൻഷായിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്ന രണ്ട് ജുംല. വക്കാന തെർക്കുൽ അത്ഫി, അത്ഫ് ഒഴിവാക്കുക എന്നുള്ള സംഗതി ആയിരിക്കുന്നു ബൈനവും, ആ രണ്ട് ജുംലകൾക്കിടയിൽ. യോഹിമു ഖിലാഫൽ മഖ്സൂദി, ഉദ്ദേശത്തിൻ്റെ എതിരിനെ തോന്നിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലെ ചെയ്യണം എന്നാണ്. എന്ത് ചെയ്യണം? ഈ ഫസ്ൽ ചെയ്ത് പറയണം എന്നർത്ഥം. അപ്പോൾ നമ്മളെ ഉദ്ദേശത്തിൻ്റെ എതിര് തോന്നിപ്പിക്കും ഫസ്ൽ ചെയ്താൽ, എങ്കിൽ അവിടെ ഇതുപോലെ എന്ത് ചെയ്യണം? വസ്ല് ചെയ്യണം. ഇത്രയും പറഞ്ഞ മൂന്ന് സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യേണ്ടത്? വസ്ല് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കിനി കായിദ അൽ കായിദത്തു യജിബുൽ വസ്ല് ചെയ്യൽ നിർബന്ധമാവും. ബൈന ജുംലത്തൈനി, രണ്ട് ജുംലകൾക്കിടയിൽ. ഫി സലാസ്തി മവാദിയ, മൂന്ന് സ്ഥലങ്ങളിൽ. ഒന്ന്, ഇദാ ഖുസിദ ഇഷ്റാഖുഹുമ ഫി ഹുക്മിൽ ഇറാബി, ഇദാ ഖുസിദ ഉദ്ദേശിക്കപ്പെടുകയാണെങ്കിൽ, ഇഷ്റാഖുഹുമ ആ രണ്ട് ജുംലകളും പങ്കാക്കാൻ ഉദ്ദേശിച്ചാൽ, ഫിൽ ഹുക്മിൽ ഇറാബിയായ ഹുക്മിൽ. രണ്ട്, ഇദത്തഫഖത്ത ഖബറും ഔ ഇൻഷാ, ഇദത്തഫഖത്ത ആ രണ്ട് ജുംലകളും യോജിച്ചാൽ, ഖബറും ഇൻഷാ, ഖബർ ഇൻഷാൻ്റെ വിഷയത്തിൽ യോജിച്ചു എന്നാൽ. അല്ലെങ്കിൽ കാനത്ത് ബൈനവുമ മുനാസബത്തുൻ താമ, ഒന്ന് ഖബർ ഇൻഷാൽ യോജിച്ചു, മാത്രമല്ല ആ രണ്ട് ജുംലകളിലും പൂർണ്ണമായ ബന്ധമുണ്ട്, യോജിപ്പുണ്ട്. വലം യക്കുൻ ഹുനാക സബബു യഖ്തളി ഫസ്ല ബൈനവുമ, ആ രണ്ട് ജുംലകൾക്കിടയിൽ ഫസ്ൽ ചെയ്യാനുള്ള കാരണങ്ങളൊന്നുമില്ല, എങ്കിൽ അവിടെ എന്ത് ചെയ്യണം?
വസ്ൽ ചെയ്യണം. ഇനി ഇഖ്തലഫ ഖബറോ വ ഇൻഷാ, ഇനി രണ്ട് ജുംലയും ഖബർ ഇൻഷാൻ്റെ വിഷയത്തിൽ വ്യത്യാസപ്പെട്ടു. വൗമൽ ഫസ്ല് ചെയ്താൽ അതെന്ത് ചെയ്യും? തോന്നിപ്പിക്കും. ഖിലാഫൽ മഖ്സൂദി, ഉദ്ദേശത്തിൻ്റെ എതിരിനെ തോന്നിപ്പിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഫസ്ൽ ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതാണ് വസ്ൽ ചെയ്യേണ്ട സ്ഥലങ്ങൾ. അപ്പോൾ നീ എല്ലാവരും അത് കൃത്യമായി കേട്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാ ഭാഗങ്ങളും കൃത്യമായി മനസ്സിലാക്കുക. അങ്ങനെ ഫസ്ലിൽ 3 സ്ഥലങ്ങൾ പറഞ്ഞു, ഇവിടെ 3 സ്ഥലം പറഞ്ഞു. ഇവിടുത്തെ 3 സ്ഥലം, ഒന്ന് ഇറാബിയായ ഹുക്കുമിൽ ഈ 2 ജുംലയും ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചാൽ, പങ്കാക്കാൻ ഉദ്ദേശിച്ചാൽ വസ്ൽ ചെയ്യണം. പിന്നെ ഖബർ ഇൻഷാൽ ചോദിച്ചു, അത് രണ്ടിനിടയിൽ ബന്ധമുണ്ട്, അതുപോലെ തന്നെ അവിടെ ഫസ്ൽ ചെയ്യാനൊരു കാരണമില്ല, അപ്പോൾ അവിടെയും വസ്ൽ ചെയ്യണം. ഇനി ഖബർ ഇൻഷാൽ വ്യത്യാസപ്പെട്ടു, പക്ഷേ ഫസ്ൽ ചെയ്താൽ അത് നമ്മൾ ഉദ്ദേശം നേരെ ഓപ്പോസിറ്റിനെ തോന്നിപ്പിക്കുക, എങ്കിൽ അവിടെയും വസ്ൽ ചെയ്യണം. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ വസ്ൽ ചെയ്ത് പറയേണ്ടത്. അപ്പോൾ എല്ലാ ആളുകളും ഇത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി വേണ്ടതൊക്കെ എഴുതി വെക്കുക. ഇൻഷാ അല്ലാഹ് നമൂദജും അതിന് ജവാബൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.